നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം. എന്താ, നമ്മൾ ലഗ്നത്തെക്കുറിച്ച് പഠിച്ചു, പല രാശികളെക്കുറിച്ച് പഠിച്ചു, ഗ്രഹത്തെക്കുറിച്ച് പഠിച്ചു. എന്നാൽ ജ്യോതിഷത്തിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ചോദ്യത്തെ ബേസ് ചെയ്തിട്ട് കുറച്ചൊന്ന് പഠിക്കാം അല്ലെങ്കിൽ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ലഗ്നം മെയിനായിട്ട് ദേഹസ്യ സൗഷ്ടവും സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം ജയം വൗച്ച് തത്സർവം അല്ലേ. അപ്പം നമ്മൾ ലഗ്നത്തെ കൊണ്ട് ശരീരത്തിൻ്റെ രീതികൾ ചിന്തിക്കും. അപ്പോൾ ഓരോ നാട്ടിലും ജനിക്കുന്ന അവരുടെ ശരീരപ്രകൃതി, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ജനിക്കുന്ന ആൾക്കാരെല്ലാം ഇന്ത്യൻ സബ് കോണ്ടിനിൽ ജനിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ജനിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു ആൾക്കാരുടെ ശരീര സൗന്ദര്യവും അവരുടെ ഒരു DNA അല്ല ഇവിടുത്തെ. അപ്പോൾ അതൊക്കെ യുക്തി പോലെ പഠിച്ചിട്ട് വേണം, കുറേ ഒബ്സർവേഷൻസ് വേണം അതിനകത്ത്. നമ്മൾ ഒരാളുടെ കീർത്തി, ഒരാൾ പ്രശസ്തനാവാനുള്ള യോഗം, ഒരാളുടെ ദുഷ്കീർത്തി, അയാളുടെ പേര് പോകാനുള്ള ഇത്, അതുപോലെ തന്നെ ഒരാളുടെ യശസ് എങ്ങനെ വർദ്ധിക്കുന്നു, എങ്ങനെയാണെന്നുള്ളത്, അവരുടെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് നോക്കണം. അത് ഞാൻ അവസാനം ഒരു ഉദാഹരണ ജാതകം കൂടി തരാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ലഗ്നത്തെ ബേസ് ചെയ്തിട്ട് ഒരാളുടെ കീർത്തിയും ദുഷ്കീർത്തിയും അതുപോലെ തന്നെ ഒരാളുടെ യശസ്സും എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ്. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ത്രികോണ കേന്ദ്രേ യതി ലഗ്നനാഥേ ശുഭാന്വിതേ ശോഭന വീക്ഷിതേ വ ശുഭഗ്രഹേനാംഗഗതേ ബലാഢ്യേ ചതുസമുദ്രാന്തേ യശസ്സമേധി എന്നാണ് പറയുന്നത്. ഇത് ജാതപരിഹാരത്തിലെ ശ്ലോകമാണ്. പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ശ്ലോകമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യത്തെ അർത്ഥഭാഗങ്ങൾ ത്രികോണ കേന്ദ്രേ യതി ലഗ്നനാഥേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അത് മിക്കവാറും എടുത്ത് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ജ്യോതിഷന്മാരൊക്കെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ലഗ്നാധിപൻ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ശുഭയോഗത്തോടെയും ശുഭദൃഷ്ടിയോടുകൂടിയും നിൽക്കുകയും ലഗ്നത്തിൻ്റെ നേരെ 7ാം ഭാവം നിവർത്തി സ്ഥാനത്ത് ശുഭഗ്രഹം നിൽക്കുകയും ചെയ്താൽ ജാതകന്റെ യശസ് ചതുസമുദ്രാന്ത 4 സമുദ്രങ്ങൾക്കും അപ്പുറത്തേക്ക് വികസിക്കും. 4 അപ്പുറം വികസിക്കും എന്ന് പറഞ്ഞാൽ പല നാടുകളിലും അദ്ദേഹത്തെക്കുറിച്ച് അറിയപ്പെടും, പ്രശസ്തനാവും എന്നുള്ളതാണ്. ഈ പറഞ്ഞ പ്രമാണത്തിൻ്റെ നേരെ വിപരീതമാണ് ഒരാളുടെ പേര് ദോഷം എങ്ങനെ വരാം എന്നുള്ളത്. ആ പ്രമാണം ഇങ്ങനെയാണ്: ഹോരാദിനാഥേ രിപു അരിരന്ധ്രേ. രിപു അരിരന്ധ്ര എന്ന് പറഞ്ഞാൽ 6-8-12. ഹോരാദിനാഥൻ ലഗ്നാധിപൻ 6-8-12 പാപാന്യുതയെ പാപനിരീക്ഷിതേവ, പാപയോഗത്തോടുകൂടിയും പാപത്തിൻ്റെ ദൃഷ്ടിയോടുകൂടിയും ഒക്കെ നിൽക്കുകയാണെങ്കിൽ പാപഗ്രഹാണാം ഭവനോപായതേ, പാപഗ്രഹങ്ങളുടെ ഭവനത്തിൽ നിൽക്കുകയും, ഭവനം എന്ന് പറയുമ്പോൾ രാശിയിൽ നിന്ന് മാത്രം കൂട്ടണം, നക്ഷത്രവും നോക്കാം, പാപഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ നിൽക്കുകയും ഒക്കെ വന്നാൽ ജാതോ പ്രകാശോ ഭവദീഹ്യമർഥ്യ. ഹോരാദിനാഥൻ, അതായത് ഹോരാദിനാഥൻ എന്ന് പറഞ്ഞാൽ ലഗ്നാധിപൻ 6-8-12 പാപഗ്രഹത്തോടു കൂടിയും പാപയോഗത്തോടു കൂടിയും പാപന്റെ നക്ഷത്രത്തിലുമാണ് നിൽക്കുന്നത് എങ്കിൽ, ഒരു ശുഭബന്ധവുമില്ലാതെ ബലഹീനനായ 6-8-12 പാപഗ്രഹത്തോടൊപ്പം പാപന്റെ നക്ഷത്രത്തിലുമൊക്കെയാണ് വരുന്നത്. പാപൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഗ്രഹങ്ങളും പാപനോ ശുഭനോ അല്ലാതെ ജാതകത്തിന് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 6-8-12 നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അവരും പാവന്മാരാണ്. അപ്പോൾ 6-8-18 നിൽക്കുന്നവരുടെയും ബാധകാധിപൻ്റെ ഒക്കെ നക്ഷത്രത്തിലായിട്ടാണ് 6-8-12 നിൽക്കുന്നത് എങ്കിൽ, ലഗ്നാധിപൻ പാപന്മാരുമായിട്ടാണ് യോഗം ചെയ്തിരിക്കുന്നത് എങ്കിൽ, വജ്രം ചെളിക്കുണ്ടി കിടക്കുന്ന പോലെ തന്നെ ഭവഹീതമർത്യോ, അതായത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മനുഷ്യന് ചേരുന്നതായിരിക്കില്ല. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ, അപ്പോൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവനായിരിക്കും എന്നുള്ളതാണ് മെയിൻ. അപ്പം ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിന്നാൽ, അപ്പോൾ ഈ ഒരാളുടെ കീർത്തി എങ്ങനെയായിരിക്കും കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ്. ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്നാൽ അയാൾ കീർത്തിമാനാവും. ലഗ്നത്തിൻ്റെ ബലം, ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുക, 10ാം ഭാവാധിപൻ 10ൽ നിൽക്കുക, അതുപോലെ തന്നെ ലഗ്നാധിപനും രവിയും അത്യാവശ്യം ബലപ്പെടുക, ഇതൊക്കെ അദ്ദേഹത്തിനെ കീർത്തിപ്പെടുത്താനുള്ള, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ട് കീർത്തി വരാനുള്ള ഇതാണ്.
10-ാം ഭാവാധിപൻ 10-ൽ നിൽക്കുകയും അത് ബലപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ 10-ാം ഭാവം കൊണ്ട് കർമ്മം കൊണ്ടാണ് അദ്ദേഹത്തിന് കീർത്തി വരുന്നത്. 10-ാം ഭാവം കീർത്തിയുടെ സ്ഥാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉച്ചം, മൂലക്ഷേത്രം, വർഗോത്തമം, സ്വന്തം നക്ഷത്രം, ഇവിടെയൊക്കെ ലഗ്നാധിപൻ നിൽക്കുക. കേന്ദ്ര ത്രികോണാധിപന്മാർ, പ്രത്യേകിച്ച് ത്രികോണ കേന്ദ്രാധിപന്മാരുടെ ബന്ധവും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ത്രികോണത്തിൻ്റെ ബന്ധം വന്നു കഴിഞ്ഞാൽ പൂർവ്വജന്മമായിട്ടുള്ള സുഹൃത നിമിത്തം അദ്ദേഹത്തിന് ഈ ജന്മം കീർത്തി ഉണ്ടാവാനുള്ള യോഗവും കൂടിയാണ് എന്നുള്ളതാണ്. അപ്പം ലഗ്നം കൊണ്ടാണ് കീർത്തിയും യശസ്സും ഒക്കെ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഗുരു പറയുമായിരുന്നു, ചിലരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് ലഗ്നത്തിന് ബലം ഉണ്ടോ, അതുകൊണ്ടാണ് പുള്ളി ഇത്രയും പ്രശസ്തനായി എന്ന് പറയും. അപ്പം അർഹിക്കുന്നതിൽ കൂടുതൽ പ്രശസ്തി അവർക്ക് കിട്ടും, അവരുടെ യോഗ്യതയ്ക്ക് മുകളിൽ. അത് ലഗ്നത്തിൻ്റെ ബലമാണ്. പക്ഷേ കർമ്മം 10-ാം ഭാവത്തിൻ്റെ ബലം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ശരിക്കും പുള്ളി ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയും. കാരണം അദ്ദേഹത്തിൻ്റെ കർമ്മം അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുകയും ലഗ്നാധിപൻ 5-ാം ഭാവത്തിൽ നിൽക്കുകയും ലഗ്നാധിപൻ 9-ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുകയും ചെയ്താൽ നല്ല കുടുംബത്തിൽ ആണ് ജനിക്കുന്നതെങ്കിൽ കൂടിയും പ്രശസ്തിയാവും എന്നുള്ളത് ഉറപ്പാണ്. നല്ല ബലമായിരിക്കും, നല്ല സമ്പത്തും ഒക്കെയുള്ള കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യവും വരികയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ലഗ്നത്തിൻ്റെ ബലം വെച്ചിട്ട് ഈ ചടച്ച ശരീരം, അതേപോലെ തന്നെ തടിയുള്ള വണ്ണമുള്ള ശരീരം, അതുപോലെ തന്നെ ദുർബലമായിട്ടുള്ള ശരീരം, ഇപ്പം ശനി ബലക്ഷയമായിട്ട് ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബലക്ഷയമുള്ള ശരീരമായിരിക്കും. അതേസമയത്ത് വ്യാഴം ലഗ്നത്തിൽ നിൽക്കുകയും അതേപോലെ തന്നെ വ്യാഴത്തിന് എന്തെങ്കിലും ഒരു ലഗ്നാധിപനുമായിട്ട് എന്തെങ്കിലും ഒരു ശത്രുത ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തടി കൂടും. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം അതുപോലെ തന്നെ 7-ൽ ലഗ്നത്തിലോ ബുധൻ നിൽക്കുകയാണെങ്കിൽ പ്രായമായാലും ഒരു കുട്ടിത്വം അവർക്ക് ഫീൽ ചെയ്യും, പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നത് കാണാം. ലഗ്നത്തിൽ രാഹു ബുധൻ്റെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ത്വക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ലഗ്നത്തെ കൊണ്ട് തന്നെ പറയാം. സർവം ചിന്തനീയം എന്ന് പറയുമ്പം സർവ്വ വിഷയങ്ങളും ലഗ്നത്തെ കൊണ്ട് ചിന്തിക്കാം. നമ്മളിവിടെ പ്രധാനമായിട്ടും കീർത്തിയാണ് നോക്കുന്നതെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ബേസ് എന്ന് പറയുന്നത് ഹോരാദിനാഥേ എന്നുള്ളൊരു ശ്ലോകവും അത് ബേസ് ചെയ്തിട്ടും ഒന്നാദ്യം നോക്കും. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ത്രികോണ കേന്ദ്രഗതി എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യം പറഞ്ഞ ആ ശ്ലോകം, എന്നിട്ട് ഇത് രണ്ടും കൂടെ ടാലി ചെയ്ത് നോക്കും. കേന്ദ്ര ത്രികോണങ്ങളിൽ എവിടെയൊക്കെയാണ് നിൽക്കുന്നത്, അതോ 6-8-12-ലാണോ നോക്കിയിട്ട് ദോഷത്തിൻ്റെ ആധിക്യം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഗുണത്തിൻ്റെ ആധിക്യം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് അത് പേപ്പർ എടുത്ത് എഴുതിയാൽ മതി, അത് മനസ്സിലാവും. 1-ാം ലഗ്നാധിപൻ കേന്ദ്രത്തിലാണോ ത്രികോണത്തിലാണോ നിൽക്കുന്നത്, ആരുടെ നക്ഷത്രത്തിലാണ്, ആ നക്ഷത്രത്തിൻ്റെ അധിപൻ ഏതൊക്കെ ഭാവാധിപനാണ്, ഏതൊക്കെ ഭാവത്തിലാണ് നിൽക്കുന്നത്, ആരുമായിട്ടാണ് യോഗം ചെയ്തിരിക്കുന്ന ഭാവാധിപൻ ആരാണ്, ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ 2 നോക്കുമ്പോഴത്തേക്ക് ഈ 2 ശ്ലോകം കൂടെ ബേസ് ചെയ്തിട്ട് ഏത് ശ്ലോകവുമായിട്ടാണ് കൂടുതൽ നീതി പുലർത്തുന്നതിൻ്റെ ലെവൽ അനുസരിച്ച് ആ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ലഗ്നേ ശുഭേ ശോഭന ദൃഷ്ടിയുതേ ബാല്യാൽ സുഖം, അതായത് ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗം, ലഗ്നത്തിന്റെ സ്ഫുടം വീണിരിക്കുന്ന ശുഭഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ ഇതൊക്കെയാണെങ്കിൽ ബാല്യാൽ സുഖം, ബാല്യത്തിൽ തന്നെ സുഖം അനുഭവിക്കാനുള്ള യോഗമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്ത് യോഗമുണ്ടെങ്കിലും ദശയാണ് പ്രധാനം. നമുക്ക് ആദ്യം വരുന്ന ദശ അപഹാരങ്ങളുടെ ഇതനുസരിച്ചിരിക്കും ദശാനാഥന്റെ ബലം, ദശാനാഥന്റെ സ്വാധീനമെല്ലാം ഇതിനകത്ത് പ്രധാനമാണ്. ലഗ്നാധിപന് ജാതകത്തിൽ മറ്റ് ഭാവങ്ങളെക്കാട്ടിലും ബലം കൂടുന്നതും കീർത്തിയും ജീവിതം വിജയിക്കാനുള്ള യോഗവും ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഞാനൊരു ഡേറ്റ് ഓഫ് ബർത്ത് തരാം. ഇത് പുസ്തകങ്ങളിൽ നിന്നൊക്കെ കിട്ടിയതാണ്, ഇന്റർനെറ്റിൽ നിന്നും കിട്ടിയതാണ്. ഗീതാഞ്ജലി എന്ന് പറയുന്ന അതിപ്രശസ്തമായിട്ടുള്ളൊരു കൃതി എഴുതിയ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. കൽക്കട്ടയിലാണ് അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ്. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 7/5/1861 2:51 AM കൽക്കട്ടയിലാണ്. അപ്പം നോക്കുക, സർവേ ത്രികോണെ എന്ന് പറഞ്ഞൊരു ഫലമുണ്ട്. അതായത് ലഗ്നാധിപൻ 5-ാം ഭാവത്തിൽ ഉച്ചനാവുകയും 5-ൽ നിൽക്കുന്ന ഗ്രഹം 5-ാം ഭാവാധിപൻ ലഗ്നത്തിലേക്കും പരസ്പരം പരിവർത്തനം ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു ബലമുണ്ട്. 5-ാം ഭാവത്തിൽ നല്ല ബലവാനായിട്ടാണ് ലഗ്നാധിപൻ നിൽക്കുന്ന അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ലഗ്നാധിപനും 5-ാം ഭാവാധിപനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാശി മാറി നിൽക്കുകയും അദ്ദേഹത്തിന് ആ ലഗ്നാധിപൻ ഉച്ചനാവുകയും അത് ത്രികോണത്തിൽ തന്നെ 5-ലോ 9-ലോ പൂർവ്വജന്മ സുഹൃതമാണ്, 5-ലോ 9-ലോ അത് നിൽക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര പ്രശസ്തിയായിരുന്നല്ലോ. ഇപ്പം ഗീതാഞ്ജലി എന്ന് പറയുന്ന ഗ്രന്ഥം രവീന്ദ്രനാഥ ടാഗോറിനെ അറിയാത്ത ഒരു ഇന്ത്യക്കാരനുണ്ടോ എന്നുള്ളത് സംശയമാണ്. വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് ഗീതാഞ്ജലിയെ പറ്റി നല്ല ധാരണ ഉണ്ടാവും.
അദ്ദേഹത്തിൻ്റെ ഹൊറോസ്കോപ്പാണിത്. അദ്ദേഹത്തിന് ഈ ഒരു ഭാഗം മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അതുപോലെ തന്നെ ഭാഗ്യാധിപന് കർമ്മത്തിലേക്കുള്ള ദൃഷ്ടി, അതേപോലെ കർമ്മത്തിൽ നിൽക്കുന്നത് അതുവരെയുള്ള പ്രത്യയശാസ്ത്രങ്ങളെയെല്ലാം മാറ്റുന്ന ഒരാളാണ് രാഹു. അപ്പം 1ഉം 10ൻ്റെയും ഭാവാധിപനായിട്ടുള്ള വ്യാഴമാണ് ഉച്ചനാവുന്നത്. കർമ്മത്തിന്റെ അധിപനും ഉച്ചനായി, ലഗ്നാധിപനും ഉച്ചനായി, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഹൊറോസ്കോപ്പാണിത്. നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ വിട്ടുതരുന്നു. കൂടുതൽ നിരീക്ഷണങ്ങൾ ഇതിനകത്ത് നടത്തുക. അപ്പോൾ ഏകദേശം ഒരാൾക്ക് പ്രശസ്തി ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. 1913 തോന്നുന്നു അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. ആ നോബൽ പ്രൈസ് കിട്ടുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ദേശീയ അപഹാരവും കൂടി ഒന്ന് പരിശോധിക്കാൻ ഞാൻ വിട്ടുതരുന്ന ഒരു രസമാണ്. അത് മനസ്സിലാക്കിയാൽ അതൊന്ന് നോക്കുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ലഗ്നാധിപൻ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്, ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കി എഴുതി പഠിക്കുക കേട്ടോ. ഇതോടൊപ്പം നിങ്ങളുടെ കയ്യിലുള്ള ജാതകങ്ങളും കൂടി ഒരു 4ഓ 5ഓ എണ്ണം എടുത്ത് ഇതേപോലെ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളും കൂടി കമൻറ്റ് ചെയ്യുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം പുതിയൊരു വിഷയവുമായിട്ട്. നമസ്തേ.